അതിരപ്പള്ളി പോയിട്ട് തിരിച്ച് അടുത്ത ഇവിടെ വാഴച്ചാലല്ലേ കേറണില്ല. അവിടുത്തെ ചെക്ക് പോസ്റ്റ് കടക്കാൻ പോവാണ്. തലവേദന എടുക്കണ എനിക്ക് വയ്യ. അയ്യോ വയ്യേ. ആരും ഇങ്ങോട്ട് വരണ്ട കേട്ടോ. നേരെ പൊള്ളാച്ചിന്ന് നാളെ പളനി, മറ്റന്നാ കൊടൈക്കനാല്. പോകണില്ല, വെറുതെ പറഞ്ഞ തിരിച്ച് വീട്ടിലേക്ക്, തെങ്കാശി വഴി വീട്ടിലേക്ക്. മറ്റേ പൊളിഞ്ഞ റോഡല്ലേ ഇത്? അയ്യോ ചിലപ്പോ നന്നാക്കിണ്ടത്. അമ്മേ, ഞാൻ ചത്തെന്ന് പറഞ്ഞാ മതി, അത്ര വയ്യാണ്ടായി. ആ ഇടിയപ്പം കഴിച്ചില്ലായിരുന്നു, ഒന്ന് ആലോചിച്ച് നോക്കിയാനെ. ഇവിടെ വരുവാണോ? മറ്റേടത്ത് ഇതില്ല നമ്മുടെ കയ്യിൽ, അത് കൊടുത്താൽ മതി. ഇവിടെ അവിടെ കേറാനാ പോവാനായിട്ട്. പോയാ മതി, പോയാ റോഡൊക്കെ ഇതേതാ റോഡ്? ഏത് റോഡാണ്? മീൻസ് നിന്റെ ലേസ് എടുത്ത് മാറ്റിയേക്ക്, അത് പ്രശ്നമാണ്. എങ്ങോട്ടേക്കുള്ളയാ? ഇത് മലക്കപ്പാറ. അവിടെ ചെന്നിട്ട് നമ്മള് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി നമ്മള് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പഴനി. അവിടെ നിന്ന് നമ്മൾ കൊതേക്കനാലോ, അവിടെ നമ്മൾ ഊട്ടി, അവിടെ നിന്ന് നമ്മൾ ഊട്ടിക്ക് പോകാൻ പറ്റില്ല. ഊട്ടിക്ക് പോകണമെങ്കിൽ നമ്മൾ ഇനി ഇവിടെ ചെന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഊട്ടിക്ക് പോകണം. കൊടൈക്കനാല് പോയിട്ട് ഊട്ടിക്ക് പോകണമെങ്കിൽ തിരിച്ച് അത്രയും ദൂരം പോകണം. ഇത് ഇപ്പൊ ഈ റോഡ് ഞങ്ങള് ഊട്ടി പോണോ? വേണ്ട, ഈ റോഡ് ഞങ്ങളെ പ്ലാൻ നേരെ മാറ്റും. പളനിയിൽ മാറ്റിട്ട് നേരെ ഇവിടെ ഊട്ടി. എന്താ കൊറേ ഇതിന് മുന്നേ ഭയങ്കര മോശമായിരുന്നത്. മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പഠിപ്പ് കഴിഞ്ഞെങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഇത് ഇപ്പൊ നന്നാക്കിയതാവും അല്ലേ? കുറച്ചുകളായതാന്ന് തോന്നുന്നു നന്നാക്കിയിട്ട്. അറിയാൻ പറ്റില്ലല്ലോ ഇനി അവിടെ ഇനി എന്താണെന്നുള്ളത്. ഇവിടെ നല്ലതും അവിടെ മോശമാവാലോ. അപ്പം ഇപ്പൊ വരുന്നവർക്കൊക്കെ നല്ല റോഡും കാര്യങ്ങളും ഒക്കെയാണ്. ജസ്റ്റ് ഒരു ഡ്രൈവ്, നമ്മുടെ മനസ്സൊക്കെ ഒന്നൊരു ശാന്തമാകും, ഒന്ന് സമാധാനമാവും. എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ എന്താവും അല്ലേ? പിന്നെ നമ്മള് വീട്ടിൽ ചെന്നതിന് ശേഷം ഈ ചെലവിന്റെ കാര്യം ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കും വീണ്ടും അല്ലേ? അതും ഒരു കാര്യമാണ്. നമുക്ക് ഇവിടെ പാച്ച് ഇതേ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. പകുതി ഗിഫ്റ്റ് ബോക്സ് ഒട്ടിച്ച കണക്ക്. അച്ഛയോ ഈ വഴി ഓർമ്മയുണ്ടോ? എന്താണ് ഈ വഴി ഓർക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ വരുന്നത്? ഈ വഴി ആദ്യമായിട്ട് മടുത്തു പോയത് നമ്മള് അതിന്റെ പോലീസ് എന്റെ കൈക്കൂലി കൊടുത്തെങ്കിലും അപ്പുറത്തൂടെ പാന്ന് പറഞ്ഞ വഴി ഓർക്കണ്ട. കുറച്ച് ഒരു 30% ഉള്ളെന്ന് തോന്നി ഇപ്പൊ അല്ലേ പന്നലേ കിടക്കുന്നത്. ഇനി ബാക്കി അങ്ങോട്ട് ചെല്ലുമ്പോ അറിയാല്ലേ? അതൊന്നും വിഷയമല്ല അല്ലേ? ഈ മണ്ണിന് ഇതുണ്ടോ? മീൻസ് മറ്റേ ഇളക്കമുള്ള മണ്ണ് താന്നു പോകുന്നുണ്ടോ? ഇവിടെ ഈ മഴയൊക്കെ പെയ്യുമ്പോ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓർഡർ ചെയ്തൂടെ? ഓർഡർ ചെയ്യാനായിട്ട് ഇത് കുഞ്ഞു വഴിയാ. ഇവിടെ ഇതിന്റെ റെക്കോർഡ് കാനം കൂടി നിർത്തി വണ്ടികൾ കുഴി നിർത്താൻ നേരം കാണുള്ളൂ. ഇവിടെയാണ് ഈ വളവ് തിരിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വണ്ടി പോയി ആനയുടെ മൂട്ടി പോയി. ഈ വളവല്ല, 2 വളം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആനയുടെ മൂട്ടി ചെന്ന് കയറിയത്. ഞങ്ങളല്ല, ഞങ്ങളുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് തൊട്ട് പറയും ഞങ്ങള് അല്ലേ? ഇതിപ്പം വീഡിയോ കുറച്ച് ചരിഞ്ഞും മരിഞ്ഞും ഒക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ കണ്ടൊക്കെ സഹകരിക്കുക. വണ്ടി ബ്രേക്ക് സൗണ്ട് ഇട്ടിട്ട് ആന മേടിച്ചു. വിഷ്ണുവിന്റെ വണ്ടി ഇവിടെ അല്ലേ ഇത്? ഇവിടെ ഇത് തന്നെ ആന പേടിച്ച് ചിഹ്നം വിളിച്ച് അതല്ല, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊരു വളവാ. ബാക്കിയുള്ളവരെ വിളിച്ചു കൂട്ടി
ഇവിടെ ഇവിടെ ഇവിടെയാണ് കണ്ടത്. എന്തല്ലേ ആന മേടിച്ചിട്ട് ആന നാട്ടുകാർ വിളിച്ചു, അയ്യോ ഓടി വന്നേ. നമ്മൾ ആ ഗ്യാപ്പിലൂടെ രക്ഷപ്പെട്ടു. ഒന്നും പറഞ്ഞിട്ട് കരഞ്ഞാനോ ബാക്കിയുള്ളവരെ കൂട്ടാളികളെ പിടിയാനിയായിരുന്നു. കൊമ്പനായിരുന്നെങ്കിൽ കാണായിരുന്നു. കൊമ്പനായിരുന്നെങ്കിൽ കൊമ്പും വരുന്നേനെ നല്ല. ആന ആദ്യം പുറമോട്ട് തിരിഞ്ഞല്ലേ നിന്നാ, തിരിയുള്ള സമയമുണ്ടല്ലോ. അത് തിരിയേണ്ട സമയം നീ തിരിയണേക്കാളും ടൈമിൽ അത് തിരിയും. ഇപ്പൊ പതുക്കെ പോയാ മതി. അപ്പൊ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു ഈ റോഡിന് ഇത്ര 30% ഉള്ളെന്ന്. സോറി, ഞാനത് തിരിച്ചെടുത്തിരിക്കുന്നു. റോഡിന് 30% ഒന്നും അല്ല. ഇത് കുഴപ്പമില്ല, അത്ര കണ്ട് മോശം എന്ന് പറയാൻ പറ്റില്ല. ഇത് ഉറപ്പിച്ചിട്ടുണ്ടോ മറ്റേ വണ്ടി വന്നു ഒത്തിരിച്ച് പോണില്ല. അതാണെന്ന് തോന്നി. ഇനി അങ്ങോട്ടേക്കുള്ള റോഡ് കണ്ടിട്ട് ചെക്ക് പോസ്റ്റ്. ഇവിടെ ക്യാമറ ഒക്കെ എന്ന് വെച്ച് ഇവിടെ ആ രീതി എത്ര സ്പീഡിൽ പോവാനാ? പോലീസ് സ്റ്റേഷൻ. നമ്മൾ ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ആണോ? നമ്മുടെ കള്ളാസ് വന്നാൽ നമുക്ക് കൊടുത്തിട്ട് ഞങ്ങളത് ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്. നല്ല തണുപ്പും ചെറിയ രീതിയിൽ കോടയും സൂര്യനും നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു ചെറിയ റോഡ് കണ്ട് ഇതൊന്ന് പ്ലാന്റേഷനിലേക്ക് പോലുള്ള റോഡായിരിക്കും ചിലപ്പോൾ. ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണെന്ന് തോന്നുന്നു. ഇത് മലയുടെ മേളിലുള്ള എങ്ങാണ്ട്. ആ എനിക്കറിയില്ല. കൃഷ്ണനോ കുതിരയുടെ പുറത്തോ? ഞങ്ങളുടെ ഉത്സവം സീരിയസ് ആയിട്ടൊക്കെ ഇടുന്നേ ഉള്ളടാ.
ഏപ്രിലിൽ ഏതോ ഉത്സവം കണ്ട് അയ്യപ്പൻ. അങ്ങനെ നമ്മളെവിടെ എത്തിവാവേ? നമ്മള് പൊള്ളാച്ചി എത്താൻ 10-45 കിലോമീറ്ററും കൂടിയാണുള്ളത്. പിന്നെ അവിടുന്ന് നേരെ പളനിയാണ് ലക്ഷ്യം ഞങ്ങളുടെ. പിന്നെ അവിടെ ചെന്നിട്ട് എവിടെയെങ്കിലും ലോക്കൽ സ്റ്റേ എടുക്കേണ്ടി വരുമെന്നാണ് തോന്നണേ. എന്തായാലും നോക്കാം അല്ലേ. ഇതിനിടയ്ക്ക് ഞങ്ങൾ നൂഡിൽസ് കഴിച്ചു. പിന്നെന്താ, പിന്നെ കുറേ എന്തുവാ രാത്രിയായ സമയപ്പോൾ കുറേ നല്ല എന്താ പറയുക, നമുക്ക് കണ്ണിന് കാണാൻ പറ്റുന്ന എത്രത്തോളം ക്യാമറയിൽ ഇരുട്ടത്ത് കാണും എന്ന് നമുക്കറിയില്ല, കിട്ടുമെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തില്ല. കിട്ടൂല. അപ്പം അതൊന്നും എടുത്തില്ല. അപ്പം ഇനി പൊള്ളാച്ചി എത്തിയിട്ട് കാണാം.